വ്യാഴാഴ്ച രാവിലെ അഴീക്കോട് ചാൽ ബീച്ചിലെത്തിയവർ ഒന്ന് ഞെട്ടി. അപായ സൈറൺ മുഴങ്ങുന്നു. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് ആകെ ബഹളമയം. നടത്തത് മോക്ക് ഡ്രില്ലാണെന്ന് അറിഞ്ഞപ്പോഴാണ് പലർക്കും ശ്വാസം നേരെ വീണത്. പ്രിയമുള്ള നാട്ടുകാരെ ശ്രദ്ധിക്കുക, സുനാമി മുന്നറിയിപ്പ്. മുഴുവൻ വീട്ടുകാരും തങ്ങളുടെ വീട്ടിൽ നിന്നും അത്യാവശ്യ സാധനങ്ങൾ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് EMS മന്ദിരത്തിൽ എത്തിച്ചേരേണ്ടതാണ്. അപായ സൈറൺ മുഴങ്ങുന്നതിനൊപ്പം സുനാമി വരുന്നെന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്നുമുള്ള അറിയിപ്പുണ്ടാവുന്നു. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് ഒക്കെയായി ഒരു ദുരന്തമുഖത്തെത്തിയ പ്രതീതി. എന്താണ് നടക്കുന്നതെന്നറിയാതെ പലരും അമ്പരന്നു. തുടർന്ന് 50ഓളം പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ച് സമീപത്തുള്ള EMS മന്ദിരത്തിലേക്ക് മാറ്റി. അവിടെ നിന്നും ഗവൺമെൻറ് ഓൾഡ് ഏജ് ഹോമിലെ ഷെൽട്ടർ ക്യാമ്പിലേക്ക് മാറ്റി. രണ്ടുപേരും അവിടെ നിന്ന് വാങ്ങിക്കണം. സുനാമി പ്രതിരോധ തയ്യാറെടുപ്പിന്റെ ഭാഗമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് സുനാമി മോക്ക് ഡ്രിൽ നടത്തിയത്. സുനാമി ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ജനങ്ങളിലും ഉദ്യോഗസ്ഥരിലും അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. പരിപാടിയെക്കുറിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും വിശദീകരിച്ചു. തീരപ്രദേശ ജില്ലകളിൽ പൈലറ്റായിട്ട് ഓരോ പഞ്ചായത്തുകളെ 9 ജില്ലകളിലെ 9 പഞ്ചായത്തുകളെ തിരഞ്ഞെടുത്ത് യുനെസ്കോയിൻ്റെയും അതുപോലെ തന്നെ ഇൻകോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഇവരുടെ കീഴിൽ വരുന്ന സുനാമി റെഡി പ്രോഗ്രാം TRP എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. അഴീക്കോട് പഞ്ചായത്തിൽ തന്നെ പല തീരപ്രദേശങ്ങളിൽ ആളുകളെ ഒഴിപ്പിച്ച് ഒരു റിലീഫ് ക്യാമ്പ്, ഒരു ഗ്യാതറിംഗ് പോയിന്റ് അല്ലെങ്കിൽ അസംബ്ലി പോയിന്റിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് റിലീഫ് ക്യാമ്പുകളിലോട്ട് മാറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം 10ഓളം റിലീഫ് ക്യാമ്പുകളും അതുപോലെ തന്നെ 10ഓളം അസംബ്ലി പോയിന്റുകളും നമ്മൾ അഴീക്കോട് പഞ്ചായത്തിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്ന് മോക്ക് ഡ്രിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചാൽ ബീച്ച് സൈഡിലാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കടലിൽ ഉണ്ടാകുന്ന ഒരു ഭൂകമ്പം കൊണ്ട് നമുക്ക് സുനാമി ഉണ്ടാകുന്നത് 7-8 മണിക്കൂർ മുമ്പ് തന്നെ നമുക്ക് അറിയിപ്പ് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ആളുകളെ നമുക്ക് ആദ്യം തന്നെ ഒഴിപ്പിച്ച് സേഫായിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് എത്തിക്കാൻ പറ്റും.
ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.